തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാ വോട്ടിംഗ് ബൂത്തുകളിലും അതിന്റെ ഒരുക്കങ്ങൾ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ വോട്ടിംഗ് മെഷീനുകൾ ഉൾപ്പെടെയുള്ള സാമഗ്രികളൊക്കെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. വൈകിട്ടോടുകൂടി പ്രിസൈഡിംഗ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഓരോ വോട്ടിംഗ് ബൂത്തുകളിലേക്കും എത്തി ഇവിടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഈ വോട്ടിംഗ് ബൂത്തുകളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളിപ്പറമ്പ് ALP സ്കൂളിലാണ്. ഇവിടെയും സമാനമായ രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ആദ്യ വോട്ടർ എത്തുന്നത് മുതൽ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി തടസ്സങ്ങളില്ലാതെ നടക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചാൽ 13 മണ്ഡലങ്ങളിലായി 2837 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. ഇവിടേക്ക് 13,218 ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം എല്ലാ ബൂത്തുകളിലും കൃത്യമായ സുരക്ഷ ഒരുക്കാൻ കൂടി ഇവർ മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ പ്രശ്നബാധിത ബൂത്തുകളിലൊക്കെ പോലീസ് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾക്ക് പുറമെ ജില്ലയിൽ 67 പിങ്ക് പോളിംഗ് സ്റ്റേഷനുകൾ കൂടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വനിതകൾക്ക് മാത്രമായുള്ള പോളിംഗ് സ്റ്റേഷനുകളാണ് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പോളിംഗ് സ്റ്റേഷനുകളും ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണമൊക്കെ കൃത്യമായി പൂർത്തിയാക്കാൻ സാധിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് വൈകിട്ടോടുകൂടി എല്ലാ ഒരുക്കങ്ങളും ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. ഒരു ബൂത്തിലെ കാഴ്ച അനുസരിച്ച് ഇവിടേക്ക് എത്തുന്ന വോട്ടർക്ക് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ഈ ബൂത്തിൽ ഉണ്ടാകും. ഇവിടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു ക്യൂ ആണ്. അതോടൊപ്പം തന്നെ ഇതിന് പുറമെ സ്ഥാനാർത്ഥികളുടെ പേര്, മറ്റ് ചിഹ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. തൊട്ട് താഴെയായി തിരഞ്ഞെടുപ്പ് ബൂത്തിലെത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെയാണ് ഇവിടെ കൊണ്ടുവരേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ പതിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ബൂത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വോട്ടിംഗ് ചെയ്യുന്നതിൻ്റെ ക്രമം എന്താണ്, അതിൻ്റെ നടപടികൾ എന്നുൾപ്പെടെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള പോസ്റ്ററുകൾ ഉൾപ്പെടെ ഇവിടെ ഈ ബൂത്തിന് പുറത്ത് സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഇവിടെ സജ്ജമാക്കുകയും ചെയ്യുകയാണ്. ഏതായാലും ഇനിയിപ്പോൾ രാത്രി മുഴുവനായും ഇത്തരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കുകയാണ് ചെയ്യുക. അതിനുശേഷമായിരിക്കും രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ടർമാരെത്തുക. മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഇത്രയും നാൾ നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കും ആവേശങ്ങൾക്കും അപ്പുറം നാളെ ഇപ്പോൾ ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുകയാണ്. കൃത്യമായും പോളിംഗ് ശതമാനം ഉയർത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ക്യാമറ പേഴ്സൺ നിഖിലിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.